guys, welcome back to a new video. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എ സാറ്റർഡേ ഇൻ മൈ ലൈഫ്, അതായത് എന്റെ ജീവിതത്തിലെ ഒരു സാധാരണ ശനിയാഴ്ച എന്താണെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സോ ശനിയാഴ്ച രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് ഒരു റീൽ അല്ലെങ്കിൽ ഒരു വ്ളോഗെങ്കിലും എടുക്കുക എന്നതാണ്. സോ ഒരു റീലിന് സ്ഥലം തപ്പി പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ. കേട്ടിട്ടില്ലേ, നെത്തോലി ഒരു ചെറിയ മീനല്ലാന്ന്? അതുപോലെ ചെറിയ വീഡിയോയ്ക്കും അതിൻ്റെതായ പണിപ്പാടുകളുണ്ട്. ജലാശയം ബാക്ക്ഗ്രൗണ്ട് ആക്കി ഒരു വീഡിയോ എടുക്കാമെന്ന് തീരുമാനിച്ചിറങ്ങിയ ഞങ്ങൾ ഒരു സ്പോട്ട് കിട്ടാതെ കഴിഞ്ഞ അരമണിക്കൂറായി ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തോപ്പിൽ നിന്ന് യാത്ര തുടങ്ങി നമ്മൾ ബീച്ച്, മുണ്ടക്കൽ, കാക്കത്തോപ്പ്, ഇരവിപുരം, താന്നി വഴി ചെന്നെത്തിയത് പരവൂരാണ്. പരവൂർ എത്തിക്കഴിഞ്ഞാൽ ഞാൻ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് സിസിജി എക്കോ സ്പോർട്സ്. വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ വർക്ക് ചെയ്യുന്ന പലരും എന്റെ കസിൻസും എന്റെ കൂടെ പഠിച്ചവരുമാണ്. സോ അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ വീഡിയോ എടുപ്പിൽ അങ്ങ് നടന്നു പോകും. സോ ജാക്കറ്റ് ഇട്ട് എല്ലാവരും റെഡിയാകാൻ പറഞ്ഞപ്പോഴത്തേക്കും തന്നെ ഞാൻ എന്റെ ജാക്കറ്റ് വലിച്ചു കയറ്റി. പിന്നാലെ തന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളും എല്ലാവരും ജാക്കറ്റ് ഒക്കെ എടുത്തിട്ടു. സോ മൊയിലാളിനെ കിടക്ക് നമ്മുടെ സാംസൺ നിന്ന് എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുകയാണ്. രണ്ടു പേർക്കൊക്കെ പോകാനുള്ള കയാക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇത്ര പേരുള്ളതുകൊണ്ട് നമ്മൾ കനോയാണ് ചൂസ് ചെയ്തത്. അതാകുമ്പോൾ ഒരുപാട് പേർക്ക് ഒരുമിച്ചിരുന്ന് പോവാം. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ കയാക്കിങ്ങിനാണോ വന്നതെന്ന്. സത്യത്തിൽ അല്ല, ഒരു വീഡിയോ എടുക്കാനുള്ള സ്പോട്ട് തപ്പിയുള്ള ഞങ്ങളുടെ കഷ്ടപ്പാടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ കനോയി നിറഞ്ഞതുകൊണ്ട് വേറൊരു ഡബിൾ കയാക്ക് എടുത്താണ് ഞങ്ങൾ അതിന് പുറകെ വെച്ച് പിടിച്ചത്. ബൈ ദ ബൈ, ഇതാണ് പ്രിൻസ്. ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സും കൂടെ ഞങ്ങൾ കസിൻസും ആണ്. ഇപ്പോൾ ഇവൻ ഇവിടുത്തെ ഗൈഡാണ്. സോ ഒരുപാട് നേരത്തെ തുഴയലിനും അന്വേഷണത്തിന് ശേഷം വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു ഐലൻഡ് ഞങ്ങൾ കണ്ടുപിടിച്ചു. സോ എല്ലാവരും ഇറങ്ങി നിന്ന് എവിടെ നിന്ന് വീഡിയോ എടുക്കണം, എവിടെ നിന്ന് ഡാൻസ് കളിക്കണം, എവിടെ നിന്നാണ് വെട്ടം വരുന്നതെന്നൊക്കെ നോക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ ഇന്നത്തെ ക്യാമറമാൻ എന്ന് പറയുന്ന സാംസൺ ആണ്. വളരെ താമസിയാതെ തന്നെ നമ്മുടെ ഡാൻസ് പരിപാടിയൊക്കെ തുടങ്ങി. ഷോട്ട് എടുത്തെടുത്ത് ഊപ്പാട് വന്നെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു വശത്ത് അതിൻ്റെതായ കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും മറുവശത്ത് ഒരുപാട് സന്തോഷിക്കാനുള്ള ഓർമ്മകളാണ് ഓരോ വീഡിയോയും ഞങ്ങൾക്ക് തരുന്നത്. എന്തായാലും ഇവിടം വരെ വന്നാലേ എങ്കിൽ പിന്നെ കുറച്ച് അടിച്ചു പൊളിച്ച് കയാക്കൊക്കെ ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങ് തുഴയാൻ തുടങ്ങി. പിന്നീട് കണ്ട കാഴ്ചകളൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തുള്ളതായിരുന്നു. പുഴകളോ വഴികളോ തിര തൊടുന്ന പുതിയ കരകളോ. എന്തായാലും കയാക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും കുറച്ചു നേരം താന്നി ബീച്ചിലും കൂടെ സ്പെൻഡ് ചെയ്യാന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ഏകദേശം ഒരു 11, 11:15, 11:30, 11:45 ആയപ്പോഴേക്കാണ് നമ്മൾ അവിടുന്ന് ടാറ്റയും പറഞ്ഞ് ഇറങ്ങിയത്. പിന്നെ യാത്ര ചെയ്ത് അത്രയും ദൂരം തിരിച്ചു വരുന്നത് നമ്മുടെ മുൻപിലെ ഏറ്റവും വലിയ കടമ്പയായിരുന്നു. എന്തായാലും ശനിയാഴ്ചത്തെ ഒരു മേജർ പരിപാടിയായിരുന്നു വീഡിയോ എടുക്കൽ. അത് കഴിഞ്ഞ് കിട്ടിയ സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലേക്ക്. വീടെത്തിയ വടെ വയറ് നിറയെ ഫുഡ് അടിച്ചു. ശനിയാഴ്ച ഉച്ചയൂണിന് ശേഷം ഒരു മൂവി, അത് ശീലമാ. പിന്നെ മറിച്ചൊന്നും ആലോചിച്ചില്ല, ഒറ്റ മൈൻഡ് നേരെ നമ്മുടെ കാർപ്പേഡിയത്തിൽ കയറി ധന്യ രമ്യ തിയേറ്ററിലേക്ക് നേരെ പോയി ഒട്ടും താമസിയാതെ ടിക്കറ്റ് അങ്ങ് എടുത്തു. സോ നമ്മളിന്ന് കാണാൻ പോകുന്ന പടം ലക്കി ഭാസ്കർ ആണ്. അങ്ങനെ തിയേറ്ററിന്റെ അകത്ത് കയറി ഹൗസ്ഫുൾ ആയിരുന്നു. അങ്ങനെ പടം തുടങ്ങി. എന്റെ പൊന്നെ, ഈ തുടക്കത്തിൽ കാണുന്ന ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ഇത് കാണുമ്പോ തന്നെ നമ്മുടെ പാതി സന്തോഷം അങ്ങ് പോകും. എന്തായാലും പോയ സന്തോഷം തിരിച്ചു കിട്ടാനായിട്ട് നമ്മുടെ ദുൽഖറും വന്നു, കൂടാതെ ലക്കി ഭാസ്കറും വന്നു. എന്റെ മോനെ, സീൻ പടം എന്ന് പറഞ്ഞാൽ സീൻ പടം. ഒരു ബിസിനസ് തുടങ്ങാനൊന്നും ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമേ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നൊരു പടമാണ്. പിന്നെ പൈസ ഇല്ലാത്ത നമ്മുടെ അടുത്തൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് എന്തോ കാര്യോടെ. എന്തായാലും പടം കഴിഞ്ഞ് നേരെ നമ്മുടെ വണ്ടി എടുത്ത് വീട്ടിലെത്തിയപ്പോഴത്തേക്കും നമ്മളെ കാണാൻ നമ്മുടെ രണ്ട് ചെങ്ങായിമാരെത്തിയിരുന്നു. ഇവരെ കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. എന്റെ ബിരിയാണി വ്ളോഗിലൊക്കെ ഫുള്ള് നിറഞ്ഞാടിയ രണ്ട് ടീംസുകളാണ്. വന്ന് കയറേണ്ട താമസം കഴിക്കാൻ വെച്ചിരുന്ന പൊറോട്ട എടുത്ത് കയറ്റി പാത്രം വെളുപ്പിച്ച് വെച്ചിരുന്ന ചിരിക്കുന്ന ചിരി കണ്ടാ. പിന്നെ നേരെ പോയത് കൊല്ലം ബീച്ചിലേക്കാണ്. ബീച്ചിൽ നമ്മൾ ഡെയിലി വരാറുണ്ടെങ്കിലും ശനിയാഴ്ചകളിലാണ് നമ്മൾ മെയിൻ ആയിട്ട് കറങ്ങി നടന്ന പുതുതായി വന്ന തട്ടുകടയിലെ ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യുന്നത്. സോ ആദ്യം തന്നെ കൊല്ലം ബീച്ചിലെ ഇപ്പൊ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഗുൽമോഹർ ട്രൈ ചെയ്യാനാണ് ഞങ്ങൾ പോയത്. സോ റോബസ്റ്റോ പഴം ഇങ്ങനെ ചെറുതായിട്ട് കുനുകുനേന്നായിരുന്നു. അതിന്റെ അകത്ത് ഐസ്ക്രീമും പിന്നെ ചീസും പിന്നെ അവസാനം ഈ റെഡ് കളറിലുള്ള ഗുൽമോഹർ ഒക്കെ ചേർത്ത് നമുക്ക് തരും. അത് ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കുക. അപ്പൊ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. പിന്നെ അവിടുന്ന് കുറച്ച് ഉപ്പിലിട്ടതൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. രണ്ട് ചേച്ചിമാർ ഒരു മൂലയിൽ ഒളിച്ചിരുന്ന് കപ്പയും മുളകിടിച്ചതും വിൽക്കുന്നു. തൊട്ട് അടുത്തായിട്ട് തന്നെ കാടുമുട്ടയും കുരുമുളകും. എന്താ പറയാനല്ലേ. പിന്നെ കൂടെ ഉള്ളവർക്കെല്ലാം കപ്പ ഇഷ്ടമായതുകൊണ്ടും ഗ്യാസിന്റെ അസുഖമുള്ള ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു പാക്കറ്റ് അങ്ങ് മേടിച്ചു. ഇവൾ ഒരാഴ്ച പട്ടിണി കിടന്നിട്ടാണോ വന്നത് എന്ന് തോന്നിക്കുന്ന വിധത്തിലായിരുന്നു ഇവളുടെ തീറ്റ. എന്തായാലും അതും കഴിഞ്ഞ് ബജ്ജി ഐറ്റത്തിൽ ഞങ്ങളുടെ കൈമുദ്ര പതിപ്പിച്ച് ഞങ്ങൾ നേരെ പോയത് പെപ്പി പോപ്സിലാണ്. കുറച്ച് ഗ്രാൻഡ് ആയിട്ട് എന്തുണ്ടെന്നാന്ന് ചോദിച്ചതിന് മറുപടി വന്നത് ലോഡഡ് ഫ്രൈസ് എന്നാണ്. ഒറ്റ മൈൻഡ്, ഒന്നും നോക്കിയില്ല. 2 പ്ലേറ്റിങ് പോരട്ടെ എന്നങ്ങ് പറഞ്ഞു. സാധനം നൊടിയിടയിൽ ടേബിളിലെത്തി. എന്റെ പോനെ സീൻ എന്ന് പറഞ്ഞ സീൻ സാധനം മസ്റ്റ് ട്രൈ ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. എന്തായാലും അവര് കോംപ്ലിമെന്റ് ആയിട്ട് നമുക്ക് ഒരു ഐസ്ക്രീം
സാധനങ്ങളൊക്കെ തന്നു. സോ അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മുടെ ടീംസുകളെല്ലാം പിരിഞ്ഞു പോയത്. സോ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിള്ളേർ ടീമൊക്കെ അവരുടേതായ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിരുന്നു. രാവിലെ വീഡിയോ എടുപ്പ് സക്സസ്ഫുൾ ആണെങ്കിൽ അന്ന് വൈകുന്നേരം ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ചെറിയ പരിപാടികളൊക്കെ കാണാം. സോ ഇന്ന് നമ്മൾ എന്തായാലും ഫുഡൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചേർന്ന് എല്ലാവരും ചേർന്നിരുന്നാണ് കഴിച്ചത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിന്റെ വൈബ് എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. അതും നമ്മുടെ വൈബിനുള്ളവർ, നമ്മുടെ കസിൻസും നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. സോ ഇത്തരത്തിലുള്ള ഒരുമിച്ചുള്ള ഫുഡടിയോടുകൂടിയായിരിക്കും നമ്മുടെ ഓരോ ശനിയാഴ്ച അവസാനിക്കുന്നത്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മനോഹരമായ കൂടുതൽ വീഡിയോയുമായി വരുന്നതായിരിക്കും. സോ അണ്ടിൽ ദെൻ സൈനിങ് ഓഫ്. ബൈ ബൈ.